Dear students, today we are going to discuss graphical method. Question: solve the following LPP by graphical method. Maximize z equal to x plus 3y subject to 2x plus y less than or equal to 20, x plus 2y less than or equal to 20, xy greater than or equal to 0. Answer. First step, formulate the problem into a LPP. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ LPP തന്നെയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, ഈച്ച് ഇൻഇക്വാലിറ്റി ഇൻ ദ കൺസ്ട്രെയിൻസ് മേ ബി റിട്ടൺ ആസ് ഈക്വാലിറ്റി. ഇപ്പം ഇവിടെ രണ്ട് ഇൻഇക്വാലിറ്റിയാണ് തന്നിരിക്കുന്നത്. ആ രണ്ട് ഇൻഇക്വാലിറ്റിയും ഈക്വാലിറ്റി ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് 2x പ്ലസ് y ഈക്വൽ ടു 20യും ഇതിനെ ഈക്വാലിറ്റി ആയിട്ട് എഴുതുമ്പോൾ x പ്ലസ് 2y ഈക്വൽ ടു 20. രണ്ട് ഇൻഇക്വാലിറ്റി ആണുള്ളത്. ആ രണ്ട് ഇൻഇക്വാലിറ്റിയും ഈക്വാലിറ്റി ആയിട്ട് എഴുതുന്നു. 2x പ്ലസ് y ഈക്വൽ ടു 20, x പ്ലസ് 2y ഈക്വൽ ടു 20. Third step, draw straight line corresponding to the equation obtained in step 2. അപ്പം ഇതിൻ്റെ നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. അപ്പം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി 2x പ്ലസ് y ഈക്വൽ ടു 20 ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് രണ്ട് പോയിന്റ്സ് എടുക്കാം, എക്സും വൈയും. ഇപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനകത്ത് എക്സിന് 0 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 20 എന്ന് കിട്ടും. സോ y ഈക്വൽ ടു 20. ദെൻ വൈക്ക് 0 കൊടുക്കുകയാണെങ്കിൽ 2x ഈക്വൽ ടു 20, x ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഈ ഇക്വേഷൻ്റെ നമുക്ക് പോയിന്റ്സ് വരയ്ക്കാം. ദാറ്റ് ഈസ് എക്സും വൈയും. എക്സിന് 0 കൊടുക്കുമ്പോൾ 2y ഈക്വൽ ടു 20, ദാറ്റ് ഈസ് y ഈക്വൽ ടു 10 എന്ന് കിട്ടും. ദെൻ വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ വി ഗെറ്റ് x ഈക്വൽ ടു 20. അപ്പം രണ്ട് പോയിന്റ്സ് കിട്ടി. ഈ ഇക്വേഷനിലെ രണ്ട് പോയിന്റ്സ് കിട്ടി, ഈ ഇക്വേഷൻ്റെയും രണ്ട് പോയിന്റ്സ് കിട്ടി. അപ്പോൾ പോയിന്റ്സ് കിട്ടുന്ന ഓർക്കുക, എക്സിന് 0 കൊടുക്കുമ്പോൾ y കിട്ടും, അതുപോലെ തന്നെ വൈക്ക് 0 കൊടുക്കുമ്പോൾ x കിട്ടും. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് 0 കൊടുക്കാനാണ്. സോ അതുകൊണ്ട് 0 കൊടുത്തു. ദെൻ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വേണം ഗ്രാഫ് വരയ്ക്കാൻ. So we can draw എക്സും വൈയും മാർക്ക് ചെയ്യണം. അപ്പോൾ എക്സും വൈയും മാർക്ക് ചെയ്യണം. അപ്പോൾ 10ഉം 20 സോ നമുക്ക് 1 തൊട്ട് മാർക്ക് ചെയ്യാം. 10, 20 അങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ വൈ കൊടുക്കാം, ഇവിടെ എക്സ് കൊടുക്കാം. അപ്പം എക്സും വൈയും അടയാളപ്പെടുത്തുക. ദെൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പം 20 വരെ വേണം. സോ നമുക്ക് 2 വെച്ച് 5, 10, 15, 20. ഗ്രാഫ് പേപ്പറിൽ ആണെങ്കിൽ എങ്ങനെ വേണേലും വരയ്ക്കാം. അപ്പോൾ 5, 10, 15, 20 അപ്പം മാർക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലൈൻ നമുക്ക് വരയ്ക്കേണ്ടത് 2x പ്ലസ് y ഈക്വൽ ടു 20 എന്നുള്ള ലൈനാണ്. അപ്പോൾ എക്സിൽ 0യും വൈയിൽ 20 സോ 0, 20. അപ്പോൾ 0 ഇതാണ്. 0, 20 എന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ് ആണ് 0, 20 എന്ന പോയിന്റ്. ദെൻ 10, 0 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം. 10, 0 എന്നുള്ള പോയിന്റ് ഇതാണ്. 10, 0. അപ്പോൾ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു, 0, 20യും 10, 0യും. ദെൻ അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ലൈനാണ് 2x പ്ലസ് y ഈക്വൽ ടു 20 എന്നുള്ള ലൈൻ വരച്ചു.
അപ്പോൾ ആ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? 2x + y = 20 എന്നുള്ള ലൈൻ വരച്ചു, പോയിന്റ്സ് രണ്ടും അടയാളപ്പെടുത്തി വരച്ചു. അതുപോലെ തന്നെ x + 2y = 20 എന്നുള്ള ലൈനും വരയ്ക്കണം. അപ്പോൾ x + 2y = 20 എന്ന് വരയ്ക്കണമെങ്കിൽ 0, 10 എന്നുള്ള പോയിന്റ് ഇതാണ്. 0, 10 എന്നുള്ള പോയിന്റ് ഇതാണ്. ദെൻ 20, 0 എന്നുള്ള പോയിന്റും വേണം. സോ 20, 0. ദിസ് ഈസ് 20, 0. ഈ രണ്ട് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ x + 2y = 20 എന്നുള്ള പോയിന്റ് കിട്ടി. അപ്പോൾ രണ്ട് ലൈനും വരച്ചു. 2x + y = 20 x + 2y = 20 എന്ന ലൈനും വരച്ചു. രണ്ട് ലൈൻ വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ ഫീസിബിൾ റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്കറിയാം 2x + y <= 20 എന്നാണ്. അപ്പോൾ ഈ ലൈനിന്റെ ഈക്വൽ ടു ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ ലൈൻ 2x + y = 20 ആണ് വരച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിലുള്ളത് 2x + y <= 20 എന്നാണ്. അപ്പം ഈ പോർഷൻ ആയിരിക്കും വരുന്നത്. 2x + y ഈ പോർഷൻ ആയിരിക്കും വരുന്നത്. ഈ ലൈനിന്റെ 2x + y = 20യുടെ ഈ ഒറിജിനിലോട്ടുള്ള പോർഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ പോർഷൻ ആണ് വന്നിരിക്കുന്നത്. നമ്മളത് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ x + 2y = 20 ആ ലൈൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇങ്ങോട്ടുള്ളതാണ് വരുന്നത്. ഈ ലൈനിന്റെ ഒറിജിനിലോട്ട് <= ആയതുകൊണ്ടാണ് ഈ പോർഷൻ. ഇപ്പൊ രണ്ട് ലൈനിന്റെയും <= നമ്മൾ വരച്ചു. ഈ ലൈനിന്റെ ആണെങ്കിൽ ഈ പോർഷൻ ആണ്, ഈ ലൈനിന്റെ ഇപ്പുറത്തോട്ടുള്ള പോർഷൻസ് വരും. ഈ ലൈനിന്റെ ആണെങ്കിൽ ഈ പോർഷൻസ്. അപ്പൊ നമുക്ക് രണ്ട് ലൈനിന്റെയും കൂടെ കോമൺ റീജിയൻ കിട്ടി. ഇതാണ് കോമൺ റീജിയൻ. ഈ രണ്ട് ലൈനിന്റെയും കൂടെ കോമൺ ആയിട്ടുള്ള റീജിയൻ, ഈ റീജിയൻ വരും. ഈ റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ. രണ്ട് ലൈനിന്റെയും കൂടെ റീജിയൻ. ഇപ്പൊ ഈ ലൈനിന്റെ ഇവിടെ ആണ് റീജിയൻ, ഈ ലൈനിന്റെ ഇവിടവും. ഇപ്പൊ രണ്ട് ലൈനിന്റെയും കൂടെ കോമൺ റീജിയൻ വരുന്നത് ഈ ലൈനാണ്, ഈ പോർഷൻ ആണ്. ഈ പോർഷൻ ആണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഫീസിബിൾ റീജിയന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെർട്ടെക്സ് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പൊ ഇതാണ് ഫീസിബിൾ റീജിയൻ. ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇത് 0 അല്ല O, നമ്മൾ പേര് കൊടുക്കുന്നു O. അപ്പൊ ഇവിടെ ഒരു റീജിയൻ, ഇവിടെയാണ് അതിന്റെ വെർട്ടെക്സ്. ഇവിടെ വരുന്നത് ഇവിടെ BC. അപ്പം OABC 4 വെർട്ടെക്സ് നമുക്ക് കിട്ടി. OABC എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ വെർട്ടെക്സ് ഏതൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് എഴുതാം. ഓക്കെ, O എന്ന് പറയുന്നത് നമുക്കറിയാം പോയിന്റ് 0, 0 എന്നുള്ള പോയിന്റ് ആണ്. O എന്ന് പറയുന്നത് 0, 0 ആണ്. ദെൻ A എന്ന് പറയുന്ന പോയിന്റ് A = ഈ പോയിന്റ് ആണ്. A എന്ന് പറയുന്ന പോയിന്റ് 10, 0 ആണ്. B എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയത്തില്ല, രണ്ട് ലൈൻ ജോയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ അറിയത്തുള്ളൂ B എന്ന പോയിന്റ്. ദെൻ B എന്ന പോയിന്റ് നമുക്ക് അറിയത്തില്ല, രണ്ട് ലൈൻ, അതായത് x + 2y = 20 എന്ന ലൈനും 2x + y = 20 ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എഴുതാം x എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൽ നിന്ന് എഴുതാം x = 20 - 2y. ഇപ്പൊ x = ഫസ്റ്റ് ലൈനിൽ നമുക്ക് എഴുതാം 20 - 2y. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഈ ലൈനിൽ 2 × x-ന്റെ സ്ഥാനത്ത് 20 - 2y plus y = 20. That is 4. This implies ഇപ്പം 20 × 2 40 - 4y plus y = 20. This implies 40 - 20. ഈ 20 ഇപ്പുറത്തോട്ട് വരുമ്പോൾ 40 - 20 20.
40 minus 20, 20. Minus 4y plus y എന്ന് പറയുന്നത് minus 3y equal to 0. This implies 20 equal to 3y. 20 equal to 3y എന്ന് കിട്ടും. This implies y equal to y യുടെ വാല്യൂ കിട്ടും 20/3. y കിട്ടി. y is equal to 20/3 ആണ്. So y നമുക്ക് കിട്ടി. Then x കണ്ടുപിടിക്കാം. x കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതിലിട്ട് കൊടുത്താൽ മതി. x plus 2y equal to 20 ആണ്. സോ y നമുക്ക് ഇവിടെ നിന്ന് എന്താണെന്ന് എഴുതാം. അതുപോലെ ഈ രണ്ട് ഇക്വേഷൻ ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇപ്പം y is equal to ഈ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ 20 minus 2x എന്നാണ്. 20 minus 2x. This implies 20 minus 2x. y നമുക്ക് y കിട്ടി. x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x കണ്ടുപിടിക്കാൻ y നമുക്ക് കിട്ടി 20/3 എന്നാണ്. പിന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് 2x plus y equal to 20 എന്ന് ഇക്വേഷൻ ഉണ്ട്. സോ x കണ്ടുപിടിക്കാൻ നമുക്ക് 2x equal to 20 minus y. That is equal to 20 minus 20/3. That is equal to 60. LCM എടുക്കുമ്പോൾ 60 minus 20/3. That is equal to 40/3. So 2x equal to 40/3 ആണ്. So x equal to by 2 കൊണ്ട് ചെയ്യുമ്പം we get 20/3. അപ്പോൾ xന്റെ വാല്യൂ കിട്ടി, yയുടെയും വാല്യൂ കിട്ടി. xന്റെയും yയുടെയും വാല്യൂ കിട്ടി. സോ പോയിന്റ് എന്ന് പറയുന്നത് 20/3 20/3 ആണ് കിട്ടുന്നത്. സോ നമുക്ക് O കണ്ടുപിടിച്ചു, A കണ്ടുപിടിച്ചു, B കണ്ടുപിടിച്ചു, C കണ്ടുപിടിക്കണം. C എന്ന് പറയുന്നത് 010 ആണ്. സോ C equal to 010. അപ്പം 4 വെർട്ടെക്സ് ഉണ്ട്. അപ്പം 4 വെർട്ടെക്സ് O എന്ന് പറയുന്നത് 0 ആണ്. A എന്ന് പറയുന്നത് നമ്മൾ 010 ആണ്. B എന്ന് പറയുന്ന പോയിന്റ് B എന്ന് പറയുന്നത് 20/3 20/3 ആണ്. C എന്ന് പറയുന്നത് 10 0. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് 4 പോയിന്റ്സ് കിട്ടി. ഈ 4 പോയിന്റ്സും ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, മാക്സിമൈസ് z equal to x plus 3y. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z equal to x plus 3y എന്നാണ്. സോ z equal to x plus 3y. x plus 3y. നമുക്ക് ഇസഡിന്റെ അതായത് ഫസ്റ്റ് 010 ആണ്. 00 സി എന്ന് പറയുന്ന സി 010 ആണ്. നമുക്ക് ഓയിലാണ് കൊടുക്കേണ്ടത്. ഓയിൽ 00 എന്നുള്ള പോയിന്റ്. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y ആണ്. സോ ഓ 0 കൊടുക്കുമ്പം 0 plus 0 0 എന്ന് കിട്ടും. ദെൻ 010 എക്സിന് 0 കൊടുക്കുക, വൈക്ക് 10 കൊടുക്കുമ്പോൾ 30 എന്ന് കിട്ടും. ദിസ് ഈസ് 20/3 പ്ലസ് 3 into 20/3. സോ വി ഗെറ്റ്, കാൽക്കുലേറ്ററിൽ നോക്കുക, 26.6 എന്ന് കിട്ടും. ദെൻ 10 0 ആണ്. 10 0 ഇവിടെ കൊടുക്കുമ്പോൾ 10 എന്ന് കിട്ടും. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ മാക്സിമൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാക്സിമൈസ് എന്നാവുമ്പോൾ ക്വസ്റ്റ്യന് മാക്സിമം വാല്യൂ ഏതാന്ന് നോക്കണം. അപ്പം ഇതിലെ മാക്സിമം വാല്യൂ 30 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് maximum value എന്ന് പറയുന്നത് 30 ആണ്. അത് എവിടെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കണം. 30 010ലാണ്.
ആൻസർ എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 10ഉം ആയിരിക്കും മാക്സിമം വാല്യൂ കിട്ടുന്നത്. മാക്സിമം വാല്യൂ 30 ആണ്. അത് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 10ഉം ആണ്. സോ അവർ സൊല്യൂഷൻ, അവർ ഒപ്റ്റിമം സൊല്യൂഷൻ എഴുതുമ്പം ഒപ്റ്റിമം സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 10, ഇസഡ് മാക്സിമം വാല്യൂ 30 ആണ്. Consider the second question. Question number 2. Max solve the following LPP by graphical method. Maximize Z equal to 60x1 plus 40x2 subject to 2x1 plus x2 less than or equal to 60, x1 less than or equal to 25, x2 less than or equal to 35, x1 x2 greater than 0. Answer. ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്. 3 കൺസ്ട്രെയിൻസിനെ ഈക്വാലിറ്റി ആക്കി മാറ്റണം. അപ്പോൾ 2x1 പ്ലസ് x2 ഈക്വൽ ടു 60, x1 ഈക്വൽ ടു 25, x2 ഈക്വൽ ടു 35. 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്. 3നെ ഈക്വാലിറ്റി ആക്കി മാറ്റി. അപ്പം ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. x1 ഈക്വൽ ടു 25 വരയ്ക്കാം, x2 ഈക്വൽ ടു 35 വരയ്ക്കാം. ഇവിടെ രണ്ട് x1 x2 ഉള്ളതുകൊണ്ട് നമുക്ക് 2 പോയിന്റ്സ് ഇട്ട് കൊടുക്കണം. സോ വി ക്യാൻ x1 x2. അപ്പോൾ 0 ആണ് എളുപ്പം. അപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ x1ന് 0 കൊടുക്കുകയാണെങ്കിൽ x2 ഈക്വൽ ടു 60 എന്ന് കിട്ടും. ദെൻ x2ന് 0 കൊടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് x1 ഈക്വൽ ടു 30 എന്ന് കിട്ടും. സോ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ x1 x2 അടയാളപ്പെടുത്തുക. ദെൻ 10 20. അപ്പോൾ നമുക്ക് ഓരോ ലൈനും വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ x1 ഈക്വൽ ടു 25 വരയ്ക്കാം. x1 ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ x2ന് പാരലായിട്ട് വരയ്ക്കണം. അപ്പോൾ x1 ഈക്വൽ ടു 25. അപ്പോൾ ഇതാണ് 25 അടയാളപ്പെടുത്തുന്നു. ദെൻ x1 ഈക്വൽ ടു 25 വരയ്ക്കുന്നു. അപ്പോൾ ഇതായിരിക്കും x1 ഈക്വൽ ടു 25 എന്നുള്ള ലൈന്. ദെൻ x2 ഈക്വൽ ടു 35 വരയ്ക്കണം. x2 ഈക്വൽ ടു 35 എന്ന് പറയുമ്പം x1ന് പാരലായിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ 35 ഇവിടെയായിട്ട് 35. This is x2 equal to 35. x2 35 വരച്ചു. ദെൻ ഒരു ഇതും കൂടെ വരയ്ക്കണം. 0 60 എന്നുള്ള പോയിന്റ് ഇതാണ്. 30 0 ഈ പോയിന്റ്. അപ്പം നമ്മളത് ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പം 3 ലൈൻ വരച്ചു. x1 ഈക്വൽ ടു 25 വരച്ചു, x2 ഈക്വൽ ടു 35 വരച്ചു. ദെൻ ഈ ലൈൻ എന്ന് പറയുന്നത് 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 എന്നുള്ള ലൈൻ വരയ്ക്കുന്നു. 3 ലൈൻസ് വരച്ചു. x1 ഈക്വൽ ടു 25, x2 ഈക്വൽ ടു 35, 2x1 പ്ലസ് x2 ഈക്വൽ ടു 60. ദെൻ ഓരോ ലൈനിൻ്റെയും നമ്മൾ റീജിയൻ നോക്കണം. ഇപ്പോൾ x1 ഈക്വൽ ടു 25, x1 ലെസ് ദാൻ 25 എന്ന് പറയുമ്പം പോർഷൻസ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരുന്നത്. x1 ലെസ് ദാൻ എന്ന് പറയുമ്പം ഈ ലൈനിൻ്റെ ഇങ്ങോട്ടായിരിക്കും ഒറിജിൻ വരുന്നത്. ദെൻ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്ന് പറയുമ്പം ഈ ലൈനിൻ്റെ ഒറിജിനിലോട്ടുള്ളതായിരിക്കും വരുന്നത്. ഇങ്ങനെ വരും ലൈന്. ദെൻ 2x1 പ്ലസ് x2 എന്ന് പറയുന്നത് ഇതായിരിക്കും റീജിയൻ. അപ്പോൾ കോമൺ റീജിയൻ ഇതായിരിക്കും വരുന്നത്. ഇതായിരിക്കും 2x1 പ്ലസ് x2. അപ്പം 3 എണ്ണത്തിൻ്റെയും കൂടെ കോമൺ റീജിയൻ എന്ന് പറയുന്ന 3 ലൈനിൻ്റെയും കൂടെ 2x1 പ്ലസ് x2 ലെസ് ദാൻ നമ്മൾ വരച്ച ഇതാണ്. അപ്പം 3 ലൈനിൻ്റെയും കൂടെ കോമൺ എന്ന് പറയുന്നത് റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇങ്ങനെ വരുന്ന ഈ റീജിയൻ ആയിരിക്കും കോമൺ റീജിയൻ. അതായത് കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. 3 ലൈൻസിൻ്റെയും കൂടെ
റീജിയൻ വരുന്നത്. ഈ റീജിയൻ ആയിരിക്കും. അപ്പം നിങ്ങൾ കോമൺ ഗ്രാഫ് വരയ്ക്കുമ്പം ബാക്കി റീജിയൻസ് ഒന്നും വരയ്ക്കണ്ട, ഗ്രാഫിൽ വരയ്ക്കണ്ട. കോമൺ റീജിയൻ ഏതാണോ അത് മാത്രം ഗ്രാഫിൽ വരച്ചാൽ മതി. ഇപ്പം കോമൺ റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി, ബാക്കി റീജിയൻസ് ഷെയ്ഡ് ചെയ്യണ്ട. അപ്പം ഫീസിബിൾ റീജിയൻ ഏതാണോ അതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പം ഈ റീജിയനാണ് നമുക്ക് ഫീസിബിൾ റീജിയൻ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വെർട്ടെക്സസ് അടയാളപ്പെടുത്താം. ഇത് സി ഒ, ഇവിടെ ഒരു പോയിന്റ് വരുന്നു, കാരണം ഈ ലൈന് ഇങ്ങനെയാണ് വരുന്നത്. എ, ഈ വെർട്ടെക്സ് ബി, ഇവിടെ ഒരു വെർട്ടെക്സ് വരുന്നുണ്ട് സി, ഇവിടെ ഒരു വെർട്ടെക്സ് വരുന്നുണ്ട് ഡി. അപ്പം 4 വെർട്ടെക്സ് സി ഒ എ ബി സി ഡി, അങ്ങനെ 5 വെർട്ടെക്സ് ആണ് വരുന്നത്. ഒ എ ബി സി ഡി. നമുക്ക് വെർട്ടെക്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. ഇപ്പം നമുക്ക് ഒ എന്നുള്ളത് നമുക്കറിയാം 0 0 എന്നുള്ള വെർട്ടെക്സ് ആണ്. ദെൻ എ എന്നുള്ള വെർട്ടെക്സും നമുക്കറിയാം. എ എന്ന് പറയുന്നത് ഇതാണ്, അതായത് 25 0 ബി നമുക്ക് 2 ലൈൻ, അതായത് ബി 2 ലൈനിന്റെ ജോയിൻ ചെയ്തേക്കുന്നതാണ് ബി നമുക്ക് കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാനുണ്ട്. ബി എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 25 ആ ലൈനാണ്. x1 ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻസ് x1 ഈക്വൽ ടു 25 then 2x1 plus x2 ഈക്വൽ ടു 60 എന്ന ലൈനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ബി. ബി എന്ന് പറയുന്ന x1 ഈക്വൽ ടു 25, 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 ആണ്. സോ ദിസ് ഇംപ്ലൈസ് x1 25 ആണ്. അപ്പം x2 കണ്ടുപിടിക്കാൻ x2 ഈക്വൽ ടു 60 മൈനസ് 2x1 എന്ന് പറയുമ്പോൾ 2 into 25 50. അപ്പം x2 10 എന്ന് കിട്ടി. അപ്പം ബി എന്ന് പറയുന്നത് 25 10 ഉള്ള പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സി, നമ്മൾ സി കണ്ടുപിടിക്കണം. സി എന്ന് പറയുന്നത് 2 ലൈൻ ജോയിൻ ചെയ്യുന്നതാണ്. അതായത് 2x1 പ്ലസ് x2 ഈക്വൽ ടു 60 എന്ന ലൈനും x1 പ്ലസ് x2 ഈക്വൽ ടു 60യും ദെൻ ഈ സി എന്ന് പറയുന്നത് x2 ഈക്വൽ ടു 35 എന്ന പോയിന്റ് വേണം. സോ നമുക്ക് x1 കണ്ടുപിടിക്കണം. 2x1 ഈക്വൽ ടു 60 മൈനസ് 35, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 minus 35, that is equal to 25. But 2x1 equal to 25, x1 equal to, we can write 12.5. But C എന്ന പോയിന്റ് 12.5 35 എന്ന പോയിന്റ് വേണം. Then D കണ്ടുപിടിക്കണം. D എന്ന് പറയുന്നത് ഇവിടെയാണ്, നമുക്കറിയാം 0.35 എന്ന പോയിന്റ് ആണ്. 0.35 എന്ന പോയിന്റ് ആണ്. അപ്പം നമുക്ക് എല്ലാ പോയിന്റും കിട്ടി. ഒ എ ബി സി ഡി എന്ന പോയിന്റ്സ് കിട്ടി. ദെൻ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു 60 x1 പ്ലസ് 40 x2 ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഒക്കെ എഴുതാം. ഒയിൽ 0 0, എയിൽ 25 0, ബിയിൽ 25 10, സിയിൽ 12.5 35, ഡിയിൽ 0 35. അപ്പം പോയിന്റ്സ് കിട്ടി. നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇസഡ് ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, 60 x1 പ്ലസ് 40 x2 ഇതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 0 0 ഇട്ട് കൊടുത്താൽ 0 എന്ന് കിട്ടും.
25 കൊടുക്കുമ്പം 25 into 60 we get 1500. Then 25 into 60 plus 40 into 10 we get 1900. Then 12.5 into 35 we get 2150. 0 in 35 കൊടുക്കുമ്പോൾ 35 into 40 ഇട്ട് കൊടുക്കുമ്പോൾ we get 1400. ഇതിലെ മാക്സിമം വാല്യൂ ആണ് വേണ്ടത്. മാക്സിമം വാല്യൂ നമുക്കറിയാം 2150 ആണ് മാക്സിമം വാല്യൂ. സോ അവർ optimum solution is, can write optimum solution is Z നമുക്ക് കിട്ടിയ മാക്സിമം വാല്യൂ 2150 അറ്റ് എവിടെയാണ് നമുക്ക് കിട്ടിയത്? x ഈക്വൽ ടു 12.5 y is equal to 35. So our answer is 2150 at x equal to 12.5 y equal